ഞങ്ങൾ മെയിനായിട്ട് മീരയുടെ മീരയെ കാണാനാണ് വന്നത്. മീരയെ ചെറുതിലെ തൊട്ട് അറിയാം. മീരയുടെ അമ്മയും ഞാനൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നതാണ്. വളർന്നു വരുന്നത് കണ്ടുകൊണ്ട് ഇരുന്ന ഒരാളായതുകൊണ്ട് പ്രത്യേകിച്ച് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൻ്റെ അമ്പലത്തിൽ പോയിട്ടുള്ളവർക്ക് പ്രത്യേകിച്ച് അതിൻ്റെ ആ രസം, ആ കഥകളെല്ലാം നല്ലതായിട്ട്. മണിക്കുട്ടൻ വളരെ നല്ലതായിരുന്നു. മണിക്കുട്ടൻ്റെ അച്ഛനും അമ്മയും നല്ലതായിരുന്നു. അവരായിരുന്നു ഏറ്റവും നന്നായത്. എല്ലാം ആംബിയൻസും അന്നത്തെ ഈത്തോസും എല്ലാം ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓവറോൾ നല്ല ഫിലിമാണ്, നല്ല പാവനമായ സിനിമ. താങ്ക് യു. അതർ ദാൻ ദാറ്റ് ഈ ഒരു സിനിമ വന്നപ്പോൾ പ്രത്യേകിച്ച് കാണണം എന്നൊരാഗ്രഹത്തോടെ തന്നെയാണ് കണ്ടത്. കാരണം ഞാൻ ഈ മുത്തപ്പൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് പലപ്പോഴും കേൾക്കുകയും പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ ഇങ്ങ് സൗത്തിൽ താമസിക്കുന്ന ഒരാളാണ്. പിന്നെ നോർത്തിൽ അല്ലെങ്കിൽ കണ്ണൂരുള്ള പറശ്ശിനിക്കടവിലുള്ള ഒരു കാര്യം അതെന്താണെന്ന് പലപ്പോഴൊക്കെ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ നമുക്ക് ഒത്തിരിയേറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ നാടിൻ്റെ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ട്രഡീഷനാണ്. ആ ട്രഡീഷൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ജനങ്ങളിലേക്ക് എത്താനും ചില വിശ്വാസങ്ങളെ നിലനിർത്തി കൊണ്ടുപോകാനും ഉറപ്പായിട്ട് ഈ സിനിമ ഗുണം ചെയ്തിട്ടുണ്ട്. അതിൽ അഭിനയിച്ചിരിക്കുന്ന ആർട്ടിസ്റ്റുകൾ, ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന രീതി ഒത്തിരി മെനക്കെട്ടിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. കാരണം നല്ല ആർട്ട് വർക്ക്സ് ഉണ്ട്. പിന്നെ അതിൽ അഭിനയിച്ച മണിക്കുട്ടൻ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ്. മണിക്കുട്ടൻ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ മണിക്കുട്ടൻ്റെ അമ്മയായിട്ട് മീര ഉണ്ടായിരുന്നു, മധുപാൽ സർ ഉണ്ടായിരുന്നു. എല്ലാവരും വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ശ്രമിച്ച് തന്നെയാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത്. ഇതുപോലത്തെ സിനിമകൾ ഇനിയും ഉണ്ടാവണം. കേരളത്തിൻ്റെ ഒരു അഭിമാനമാണ് ഇങ്ങനത്തെ സിനിമകൾ. എന്നും നന്മ ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്.